إن الحمد لله نصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 84-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം കുൽ നബിയെ താങ്കൾ പറയൂ ആമന്നാ ബില്ലാഹ് ഞങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയൂ വമാ ഉൻസില അലൈനാ നമ്മുടെ മേൽ ഇറക്കപ്പെട്ടതുകൊണ്ടും അതായത് വിശുദ്ധ ഖുർആൻ കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയൂ നബിയെ വമാ ഉൻസില അലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ ഇറക്കപ്പെട്ടതിലും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മേൽ ഇറക്കപ്പെട്ടതിലും ഇസ്ഹാഖ് നബിക്ക് ഇറക്കപ്പെട്ടതിലും യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ടതും വല്ലസ്ബാത്തി അവരുടെ സന്താനങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും മൂസാ നബി അലൈഹിസ്സലാമക്ക് നൽകപ്പെട്ടതിലും ഈസാ നബിക്ക് നൽകപ്പെട്ടതിലും അതായത് തൗറാത്തിലും ഇൻജീലിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു വന്നബിയൂന അമ്പിയാക്കളിലും റബ്ബിയും അവർ റബ്ബിങ്കിൽ നിന്നുള്ള അമ്പിയാക്കൾക്ക് ഇറക്കപ്പെട്ടതിലും ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും അവർ ആരുടെ ഇടയിലും നാം ഒരു തരത്തിലുള്ള വേർതിരിവ് നടത്തുന്നില്ല വനഹ്നു ലഹു മുസ്ലിമൂൻ വനഹ്നു ഞങ്ങൾ ലഹു അവനിക്ക് അല്ലാഹുവിനക്ക് മുസ്ലിമൂൻ കീഴൊതുങ്ങിയവരാകുന്നു എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ആ പാരമ്പര്യം എണ്ണി പറയുകയാണ്. ഇബ്രാഹിം നബിന്റെ മകൻ ഇസ്മായിൽ നബി, അതായത് വേറൊരു നബി ഇസ്ഹാഖ് നബിയുടെ നേരമകൻ യാക്കൂബ് നബി. ആ യാക്കൂബ് നബിയുടെ സന്താന പരമ്പര എന്ന് പറയുമ്പോൾ അതിൽ യൂസുഫ് നബിയുണ്ട്. അത് കഴിഞ്ഞ് 5 തലമുറകൾക്ക് ശേഷം കടന്നു വന്ന മൂസ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട തൗറാത്തുണ്ട്. അതുപോലെ അതിനുശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടു മുമ്പ് അവതരിച്ച ആ ഈസാ നബി അലൈഹിസ്സലാം ഉണ്ട്. അവർക്കൊക്കെയും നൽകപ്പെട്ട ഗ്രന്ഥം കൊണ്ടും അവർ പഠിപ്പിക്കപ്പെട്ട ആ പാഠങ്ങൾ കൊണ്ടും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൊണ്ടും ഞങ്ങൾ ഇതാ വിശ്വസിക്കുന്നു. അതാണ് യഥാർത്ഥ പാതയെന്ന് അള്ളാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ്. അതല്ലാത്ത മൂസ നബി അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ പാതയിൽ നിന്നും തെറ്റിപ്പോയ യഹൂദയുടെ മതമല്ല യഥാർത്ഥ മതം. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അധ്യാപനത്തിൽ നിന്നും തെറ്റിപ്പോയ ക്രൈസ്തവരുടെ മതമല്ല യഥാർത്ഥ മതം. അതുപോലെ ഇബ്രാഹിമി പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് അവസാനം വിഗ്രഹാരാധനയിലേക്ക് വഴുതിപ്പോയ മക്ക മുശ്രിക്കുകളുടെ അതുപോലെ മദീനത്തിലുള്ള ആ അറബി മുശ്രിക്കുകളുടെ പാതയല്ല യഥാർത്ഥ പാത എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രഖ്യാപിക്കുന്നത്. കാരണം അവരൊക്കെയും ആദ്യം മുസ്ലിമീങ്ങളായിരുന്നു, പിന്നീട് ആ ഇസ്ലാമിൽ നിന്നും വഴുതിപ്പോയി ശിർക്കിലേക്കും കുഫ്റിലേക്കും വഴുതിപ്പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഒരിക്കലും അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമായി ഈ ആയത്തിൽ കൂടി നമുക്ക് നൽകുന്ന സൂചനയും വ്യക്തമായി നൽകുന്ന ആ ഗുണപാഠവും ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സത്യമായി മനസ്സിലാക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി.